ഹായ്, പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ജനനായകൻ ടും പടേ ഷുട്ടും പാ ആറ്റം ബോംബാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു പടം കാണാൻ പോയത്. വിജയുടെ 33 വർഷത്തിലെ കരിയറിൽ ഏറ്റവും ഊളപ്പടം ഏതെന്ന് വെച്ചാൽ ഞാൻ ജനനായകൻ എന്ന് പറയും. അതിന്റെ കാരണവും ഞാൻ പറയാം. വിജയണ്ണന്റെ ഒന്നിനും കൊള്ളാത്ത പടം നേരത്തെ വന്നിട്ടുണ്ട്, സുറ, പുലി. പിന്നെ വിജയണ്ണൻ ഒരു ബംഗാളിയായിട്ട് അഭിനയിച്ച ഒരു പടം ഉണ്ട്, അതിന്റെ പേര് ലുക്ക് എടുത്ത് നോക്കിയാൽ മതി. കറക്റ്റ് വിജയണ്ണൻ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു സൈറ്റിൽ നിന്ന് കൊണ്ടുവന്ന ബംഗാളിയുടെ കൂട്ട് തന്നെ ഇരിക്കും. സർക്കാർ, പിന്നെ ബിഗില്, വാരിസ്, ഇങ്ങനെയൊക്കെയുള്ള ഈ പടങ്ങളെല്ലാം വിജയണ്ണന്റെ ഈ പടങ്ങളിൽ വെച്ച് ഏറ്റവും മേളിൽ നിൽക്കുന്ന ഊളപ്പടങ്ങളിൽ ഏറ്റവും മേളിൽ നിൽക്കുന്ന പടമായിട്ട് എനിക്ക് ഈ ജനനായകൻ തോന്നിയിട്ടുള്ളത്. അതിന്റെ ഡയറക്ടർ എച്ച് വിനു, റൈറ്റിംഗ് പുള്ളിക്കാരൻ തന്നെയാണ്. KVN പ്രൊഡക്ഷൻ, ഞാൻ പറയാം ഏറ്റവും മോശം പ്രൊഡക്ഷൻ കമ്പനി. ഒരു പടം എടുത്തിട്ട് അതൊന്ന് പ്രൊമോഷൻ കൊടുക്കാൻ പോലും അറിയാത്ത ഒരു ഊള പ്രൊഡക്ഷൻ കമ്പനിയായിട്ടാണ് KVN പ്രൊഡക്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പടം ഈ പടത്തിന് ജനനായകൻ നല്ല പേരിട്ടുണ്ട്. എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നിറപറ റവ ഉപ്പുമാവ്, ഇങ്ങനെയാണ് ഈ ഒരു പടത്തിൻ്റെ പേരിടേണ്ടത്. കാരണം ഭഗവന്ത് കേസരി എന്ന് പറഞ്ഞൊരു തെലുങ്ക് പടത്തിൻ്റെ സീൻ ബൈ സീൻ, അതായത് ബലയ്യ ഒരാളുടെ റീമേക്കും കിട്ടിയില്ല. ബലയുടെ റീമേക്ക് മാത്രമേ കിട്ടിയുള്ളൂ. ആ ബലയുടെ സീൻ ബൈ സീൻ കോപ്പിയാണ് ഈ ജനനായകൻ. അപ്പോൾ ഈ ബലയ്യയുടെ പടം എന്ന് പറഞ്ഞാൽ ആക്ടിങ് അഭിനയം എന്നൊക്കെ പറഞ്ഞ ഒരു കലയാണ്. ആ കലയെന്ന് പറഞ്ഞാൽ ആ കലയെ നശിപ്പിക്കുന്ന കുറേ ബഫൂൺ. ഞാൻ ഈ ബാലയ്യ ഒരു ആക്ടറായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഒരു ബഫൂൺ, ഒരു കോമാളിയായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആക്ടിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലാലേട്ടനൊക്കെ ചെയ്യുന്നതാണ് ആക്ടിങ്, അതാണ് കലയെന്ന് പറയുന്നത്. അല്ലാതെ വേറെ ആരുടെയും കണ്ടില്ല. അപ്പം വിജയണ്ണന്റെ വിവരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വേറെ ആരുടെയും കണ്ടില്ല റീമേക്ക് ചെയ്യാൻ. അത് ലാസ്റ്റ് പടം. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ വിജയണ്ണന്റെ ലാസ്റ്റ് പടം അത്. ഇപ്പം ആ പടം കണ്ടിട്ട് വിജയണ്ണ സിനിമയിൽ നിന്ന് ഒരിക്കലും പോവല്ല്, സിനിമയിൽ തന്നെ വേണം എന്ന് നമുക്ക് ആഗ്രഹം അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു പടം വേണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അണ്ണ ഒന്ന് ഇറങ്ങിപ്പോ ഇനി ഇതുപോലെ ഇങ്ങോട്ടൊന്നും മടങ്ങി വരല്ലേന്ന് തോന്നിപ്പോവും. അത്രയ്ക്ക് വെറുപ്പിച്ച ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത്. വിജയണ്ണന്റെ പേരെടുത്ത് നോക്കിയാൽ തന്നെ ചിരി വരും. തളപതി വെട്രി കുണ്ടൻ, ഇങ്ങനെ കുണ്ടൻ എന്നാണ്, കൊണ്ടൻ അങ്ങനെയാണ് വിജയുടെ ഇതിനകത്ത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ചിരി വരും. കാരണം അതേപോലത്തെ ഒരു പരിപാടിയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. പിന്നെ തുടക്കം ഒരു ജയിലിൽ വെച്ചൊരു ഫൈറ്റ്, ആ ഫൈറ്റ് തന്നെ എടുത്ത് വെച്ചേക്കുന്നത് നല്ല ബോറായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അൻപറിവാണ് ഇതിന്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. നല്ല ഊള ഫൈറ്റ് ആയിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി സത്യൻ സൂര്യൻ, അതും നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട്. ചില ഷോട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫയറിന്റെ അകത്തു നിന്നൊക്കെ വിജയ് വരുന്ന ഷോട്ടൊക്കെ ഉണ്ട്. ആ ഷോട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതിലും നല്ല എഫക്റ്റ് കിട്ടും. ഇൻസ്റ്റാഗ്രാമിൽ ഇത് 400 കോടിക്ക് എടുത്ത സിനിമയാണ് ജനനായകൻ. ഇതിനകത്ത് 275 കോടിയാണ്, 400 കോടിയിൽ 275 കോടിയാണ് വിജയണ്ണന്റെ ശമ്പളം. ബാക്കി ഉള്ള പടത്തിന് തട്ടിക്കൂട്ടി എടുത്ത പടമാണ് ഇത്. ഒന്നും വേണ്ട. ഇതിന്റെ എഡിറ്റിംഗ് ചെയ്തേക്കുന്ന പ്രദീപ് രാഘവാണ് ഇതിന്റെ എഡിറ്റിംഗ്. ഇത്രയും കോടിയൊക്കെ മുടക്കി എടുക്കുമ്പോൾ അതിന്റെ എഡിറ്റിംഗ്, ഇത് സത്യം പറഞ്ഞ ഒരു AI, മൊത്തത്തിൽ AI. വിജയ് തന്നെ ചില സീനിലൊക്കെ AI ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. മുഖം കണ്ട ഇങ്ങനെ ഇരിക്കുക, മുഖം അനങ്ങുന്നില്ല ചില സീനിലൊന്നും. അപ്പൊ അത് ഇത്രയും വേണ്ട. കൈൻ മാസ്റ്ററിൽ ഈ സിനിമ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ ഇതിൽ നല്ലതായിട്ട് എഡിറ്റ് ചെയ്ത് തരായിരുന്നു. എന്തൊരു ബോറായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, എന്തൊരു ബോധം. പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക്, അനിരുദ്ധ് ഈ 437 നമ്പറുമായിട്ട് എത്ര നാൾ പിടിച്ചിരിക്കുന്നൊന്ന് കാണണം. പല സിനിമയിലൊക്കെ കേട്ട മ്യൂസിക്കാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ചില മ്യൂസിക്കൊക്കെ എനിക്ക് കേട്ടിട്ട് ഇന്ത്യൻ ഫസ്റ്റിനകത്ത് AR റഹ്മാൻ സാർ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുള്ള ഇന്ത്യൻ 2വിനകത്ത് മറ്റേ ഇന്ത്യൻ 2വിനകത്ത് ഇന്ത്യൻ ടൂവിനകത്ത് ആ താത്ത ഉണ്ടല്ലോ, ഇന്ത്യൻ താത്ത, കറക്റ്റ് ആ തൈലം തൂറി താത്തയ്ക്ക് കൊടുത്ത അതേ മ്യൂസിക് ചില സാമ്യത്തിൽ അന്ന് 1-2 പിച്ചൊക്കെ കയറ്റി മാറ്റി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതിനെക്കാട്ടിലും നല്ലത് ഇപ്പോഴത്തെ ട്രെൻഡ് മ്യൂസിക് ഉണ്ടല്ലോ, അത് ഇടുന്നതായിരുന്നു നല്ല. പിന്നെ ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് ഇതിനകത്ത് തുടക്കം തൊട്ട് നോക്കുവാണെങ്കിൽ വിജയണ്ണനെ ഒന്ന് പൊക്കിയടിക്കണം. തുടക്കം തൊട്ട് വിജയണ്ണനെ പൊക്കിയടിച്ച് അതായത് വഴിയെ പോകുന്നവരായാലും ആര് പോയാലും ഒന്ന് പൊക്കിയടിക്കുന്നുണ്ട്. പ്രസന്ററി വെച്ച് അവിടെ ഒരു പൊക്കിയടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പെൺകൊച്ച്, ഒരു കുരിപ്പ്, എന്നുവെച്ചാൽ മമിത ഭൈഞ്ചിന്റെ ചെറുപ്പം അഭിനയിച്ച ഒരു കുരിപ്പുണ്ട്. ആ കുരിപ്പ് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂപ്പർമാന ഒത്തിരി പേരെ ഇടിച്ചിടുന്നുണ്ട് കൊച്ചിന് ഇങ്ങനെ ഇഷ്ടം തോന്നും കേട്ടോ. അപ്പൊ സൂപ്പർമാന സ്പൈഡർമാനോ അങ്ങനെ ചോദിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് പറയാൻ തോന്നിയെന്ന് പറഞ്ഞാൽ പോക്കിരിമാൻ എന്ന് പറയുന്നത് ഏതാ ബില്ലിന്റെ ഇന്റർവ്യൂവിൽ പറയുന്നിട്ടുണ്ട്. അതേപോലെ പറയാനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ആ കൊച്ചിന് ഒരു അസുഖം ഉണ്ടേ. ആ അസുഖം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടാൽ പേടിക്കുന്നതിൽ പേടി വരും. അങ്ങനെ ഒരു പേടിയാട്ടോ. അപ്പൊ അങ്ങനെ ഒരു പേടിയുണ്ട്. അതെന്തിനാ പേടി വെച്ചേക്കെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാഷ് ബാക്ക് പഴയത് പറയാൻ വേണ്ടി അങ്ങനെ ഒരു ഇത് വെച്ചേക്കുന്നത്. പിന്നെ ഈ
കൊച്ചു വളർന്ന് വലുതാവുന്നതാണ് മമിത ബൈജുവായിട്ട് വരുന്നത്. മമിത ബൈജുവിനെ ക്യൂട്ട്നെസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മുഖം പിടിച്ച് കല്ലിലുരച്ച് കളയാൻ തോന്നും. അത്രയ്ക്ക് വെറുപ്പിലായിട്ടുണ്ട് ഈ ക്യാരക്ടറെ വെറുപ്പിയിൽ. എന്നിട്ട് ഒരു സീനിലാണെങ്കിൽ വിജയും മമിത ബൈജും കൂടെ കണ്ടുമുട്ടുന്ന ഒരു സീനുണ്ട്. സീനിനകത്ത് രണ്ടുപേരും മത്സരിച്ച് ക്യൂട്ട്നെസ് ഇട്ട് വെറുപ്പിക്കുവാണ്. എന്നിട്ട് കൊഞ്ഞണ കുത്തി കാണിക്കുക. എന്നിട്ട് അത് ആ കൊഞ്ഞണ കുത്തി കണ്ടുകൊണ്ട് നമുക്ക് ചിരി വരണം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അത് ഇയാളുടെ ക്യൂട്ട്നെസ് മമിത ബൈജുവിന്റെ ചില കാര്യം പറഞ്ഞില്ല കേൾക്കുമ്പോൾ അതേപോലെ ഒരു കൊഞ്ചി കാര്യം പറഞ്ഞ് വേർപ്പിക്കുക. ആ വിജയും മമിത ബൈജും കൂടെ കാര്യം പറയുന്നുണ്ട് നമുക്ക് ചിരി വരണം. അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. പക്ഷെ അതൊക്കെ പോയി. അതിന്റെ കാലം പോയി. ആ പണ്ട് വേട്ടക്കാരനൊക്കെ ഇറങ്ങുന്ന സമയത്ത് വേട്ടക്കാരനും സൂറ ആ ഒരു വേലായുധത്തിനകത്ത് നല്ല രീതിയിൽ ആ ഒരു രീതി വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ആണെങ്കിൽ ഓക്കെ. ഈ സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെറുപ്പിക്കാൻ എന്തോ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വിജയ് കൈ കടത്തിയിട്ടുണ്ട്. വിനോദ് ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല. ഡയറക്ഷനുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇത് ഫുള്ള് സ്ക്രിപ്റ്റ് എഴുതി ഡയറക്ഷൻ ചെയ്തേക്കുന്നത് വിജയാന്ന് തോന്നുന്നു. അപ്പോൾ വിജയുടെ ലാസ്റ്റ് പടമാണ്. അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി പോയത് നന്നായെന്ന് എനിക്ക് ഈ പടം കണ്ടിട്ട് തോന്നിയുള്ളൂ. അല്ലെങ്കിൽ നല്ല ഡയറക്ടർമാരുടെ ഈ പേര് കൊടുത്ത് നല്ല രീതിയിൽ അപ്പം എൻ്റെ ലാസ്റ്റ് പടം വിജയുടെ ലിയോ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഇപ്പം കണ്ട ഗോട്ടിൻ്റെ സെക്കൻഡ് ഹാഫും എനിക്ക് കൊള്ളാം. വെങ്കട് പ്രഭുവായിട്ട് ഒരു പടം വരണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഊള ഡയറക്ടർക്കാണ് പേര് കൊടുത്തത്. ഇത്രയും വലിയൊരു ആക്ടറെ കിട്ടിയിട്ട് 1% പോലും യൂസ് ആക്കാത്ത ഒരു ആക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഈ ഹാർപിക്കിൻ്റെ പരസ്യമൊക്കെ ഉണ്ടല്ലോ. ഹാർപിക്കിൻ്റെ പരസ്യത്തിൽ ഇതിനകത്ത് ക്ലോസറ്റ് കഴുകി കഴിയുമ്പോൾ 2 കീടാണുക്കൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമല്ലോ. അതുപോലെ 2 കീടാണുക്കൾ ഇതിനകത്തുണ്ട്. ഒന്ന് നരയനും ഒന്ന് പ്രിയാമണിയും. അപ്പോൾ ഇവർ രണ്ടുപേരും ഇതിനകത്തൊണ്ട്. എന്തിനാ എടുത്തിട്ടേക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. പ്രിയാമണിയുടെ ശരീരഭാഗങ്ങൾ കാണിക്കുന്ന സീൻ എന്തുവരെ ഇതിനകത്തില്ല. അപ്പോൾ സാധാരണ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു തെലുങ്ക് പടത്തിലും തമിഴ് പടത്തിലൊക്കെ അങ്ങനെ വരുന്നതാണ്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഉള്ള പരിപാടികളൊന്നും വന്നിട്ടില്ല. പിന്നെ ആകെ ആശ്വാസം എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ വെള്ളം എന്ന് പറയുന്നതിൻ്റെ വിട്ട് ആകെ ആശ്വാസം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പൂജ ഖഡ്ജിന് നല്ല സ്ക്രീൻ പ്രസൻറ്റും ഒരു ഇതുണ്ട്. സ്ക്രീൻ പ്രസൻറ്റ് കാര്യങ്ങളുണ്ട്. കുറച്ച് നേരം എന്തോ ഇവരെ കാണിക്കുമ്പോൾ സ്ക്രീനിൽ ഇവരെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അതേപോലെയുള്ള രീതിയിൽ പൂജ ഖഡ്ജിനെ കാണിച്ചിട്ടുണ്ട്. അല്ലാതെ സീനിൽ റോളൊന്നും വലുതായിട്ടൊന്നും ഒന്നുമില്ല. അപ്പം മൊത്തത്തിൽ പിന്നെ ഇൻ്റർവെല്ല് വരെ സഹിച്ചിരുന്ന് ഇൻ്റർവെല്ല് കഴിഞ്ഞ് ഒരു അപരാധം പോലെ കണ്ടു കഴിഞ്ഞിട്ട് ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് ഈ ഒരു പടം അപരാധത്തിൽ നിന്ന് അപരാധം സ്ക്വയറിലോട്ട് മാറുന്നുണ്ട്. അപ്പോൾ എവിടെ നോക്കിയാലും അപരാധം. സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നി. സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ തിയേറ്ററിൽ ഇറങ്ങി ഓടാൻ തോന്നി. ലാസ്റ്റിലോട്ട് നീങ്ങുമ്പോൾ അപരാധത്തിലോട്ട് മാറുന്നൊക്കെ ഉണ്ട്. അപരാധം മാറിക്കഴിഞ്ഞിട്ട് പിന്നെ അവസാനം മമിത ബൈജുവിൻ്റെ ഫൈറ്റൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് അറിയാലോ, ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഫവന്ത് കേസരിക്കകത്ത് ഇത് ശ്രീലീല ചെയ്ത റോളാണ് മമിത ബൈജു ചെയ്തേക്കുന്നത്. മമിത ബൈജു ഫൈറ്റ് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ അപരാധത്തിനെ ഈർക്കിലെടുത്ത് അടിച്ചുകൊല്ലാൻ തോന്നി ഈ മമിത ബൈജുവിനെ. അതേപോലെയാണ് ഈ സാധനം കിടന്ന് വെറുപ്പിക്കുന്നത്. ഈ വില്ലന്മാരോട് നമുക്ക് ദേഷ്യം തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ സാധനത്തിനെ എപ്പോഴേ തീർത്തായിരുന്നെങ്കിൽ ഞാൻ തിയേറ്ററിലെ കൈ അടിച്ചൊരു വിസിലും കൊടുത്തേനെ. അതേപോലെ വെറുപ്പിലായിരുന്നു ഈ മമിത ബൈജുവിൻ്റെ ക്യാരക്ടറിനെ പറ്റി. ഇത്രയും വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ഇവർ ആകെ നല്ലോണം ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കളർപ്പടം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമുണ്ട്. ആ ഷോർട്ട് ഫിലിമിൽ എനിക്ക് മമിത ബൈജുവിൻ്റെ അത്യാവശ്യം ഒരു ആക്ടിങ് കാണിച്ചു വെച്ചേക്കുന്നത്. ബാക്കിയുള്ളതിനകത്ത് എല്ലാം എടുത്ത് നോക്കിയത് ഓവർ ആക്ടിങ്ങും ഒരു ക്യൂട്ട്നെസ് വിതറി വെറുപ്പിയിലുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് അറിയാലോ, ഇവരെല്ലാം കൊന്നാലേ കഥ തീർത്തുള്ളൂ. പിന്നെ പ്രൊപ്പഗൻഡ, ഇലക്ഷൻ, അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ച് നിർത്തണം. പിന്നെ അവസാനമൊക്കെ വിജയുടെ എന്തൊക്കെയോ ലാസ്റ്റ് ഇതുവരെ അഭിനയിച്ച സിനിമയുടെയൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ കാണുന്നുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ ഈ പടത്തിൽ. അല്ലാതെ ഈ ഒരു സ്റ്റാറിനെ വിജയ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സീനിലും ഒരു ഷോട്ടിലും ഒരു രീതിയിലും ഉപയോഗിക്കാത്ത ഒരു അപരാധം സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു പടത്തിന് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ജനനായകൻ നല്ല പേരിടണ്ടേ. നിറപറ റവ ഉപ്പുമാവ്, ഇങ്ങനെയാണ് ഈ ഒരു പടത്തിന് പേരിടണ്ടേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.